السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, പല തിരക്ക് കാരണമായി കുറച്ച് ദിവസങ്ങളായി വീഡിയോയുമായി വന്നിട്ടില്ല. ഏതായാലും കുറച്ചൊക്കെ ഫ്രീ ആക്കിയും കൊണ്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൽ വരുന്ന ക്ലാസ്സുകളും വീഡിയോകളും കാണണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും എൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണുള്ളത്. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് സഹകരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, അതുപോലെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വിഷയം ഒരു ഉസ്താദിൻ്റെ വഅളാണ്. മറ്റൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട, അതിൽ പറയുന്ന വിഷയങ്ങളെങ്കാലും നമ്മൾ ചെയ്താൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത, ജീവിതത്തിൽ പ്രയാസപ്പെടാത്ത, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൊത്തത്തിൽ അതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ ദിക്ർ. ആ ദിക്റുകളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ഒരു ദിക്ർ, അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ കരയേണ്ട, ദുഃഖിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൊത്തത്തിൽ ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യനാവുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബേജാറുകളും ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്. മനുഷ്യനായാൽ അങ്ങനെ ഉണ്ടാകണം. അങ്ങനെ ഒരു നിലക്കും പ്രയാസങ്ങളോ ബേജാറോ വിഷമോ ദുഃഖമോ ഇല്ലാത്തവൻ മനുഷ്യനല്ല. അവൻ മനുഷ്യനാകാൻ സാധ്യമല്ല. അപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഏത് മേഖല എടുത്തു നോക്കിയാലും മനുഷ്യനാകുന്ന നമ്മൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. മനസ്സമാധാനത്തിന് വേണ്ടി ഇന്ന് മനുഷ്യൻ നട്ടോട്ടം ഓടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. മനുഷ്യ മനസ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് ദിക്റിനെ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ സ്മരണയെ കൊണ്ടാണ്, അള്ളാഹുവിനെ ഓർക്കലിലൂടെയാണ് എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ ഓർമ്മ, അള്ളാഹുവിൻ്റെ ദിക്ർ അവൻ്റെ ജീവിതത്തിൽ അവൻ നിർബന്ധമായി മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനിക്ക് വലിയ ഒരു സമാധാനവും സന്തോഷവും ജീവിതത്തിലുണ്ടാകും. അള്ളാഹു അവനെ കൈവിടില്ല. അള്ളാഹു എന്നും അവനെ ഓർക്കും. അള്ളാഹു തആല തന്നെ പറഞ്ഞുവല്ലോ, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർത്തു കൊണ്ടേയിരിക്കുക, നിങ്ങൾ എന്നെ സ്മരിച്ചു കൊണ്ടേയിരിക്കുക, എന്നാൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർത്തു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങളെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങളെ സ്മരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ എത്ര കണ്ട് സ്മരിക്കുകയാണോ, ഓർക്കുകയാണോ, അള്ളാഹുവിനെ ഓർമ്മ വെക്കുകയാണോ, അത്ര കണ്ട് അള്ളാഹു ഇങ്ങോട്ട് നമ്മളെ സ്മരിക്കും, നമ്മളെ അള്ളാഹു തആല ഓർക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ദിക്റുകൾ, ഒരുപാട് ദിക്റുകളുണ്ട്, എണ്ണിയാൽ തീരാത്ത ദിക്റുകൾ. ആ ദിക്റുകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ദിക്റുകളും നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ദിക്റുകൾ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുക. എത്ര കണ്ട് നമ്മൾ ദിക്ർ ചൊല്ലുന്നവരാകുന്നുവോ അത്ര കണ്ട് മരിക്കുന്ന സമയത്ത് നമുക്ക് ഫലം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ നാം എന്താണോ നമ്മുടെ നാക്ക് കൊണ്ട് പറയുന്നത് അത് ഉച്ചരിച്ചിട്ടായിരിക്കും മരിക്കുക എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ, തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും മരിക്കുമ്പോൾ ആ ദിക്ർ ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആ ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുക. അതിൽ പറയുന്ന ആ ഒരു ദിക്ർ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കേൾക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വല്ലാത്തൊരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ
അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഈ ഒരൊറ്റ മന്ത്രം മതി, ഒരൊറ്റ ദിക്ർ മതി. ഇതൊന്നും മനസ്സറിഞ്ഞ ഒരാൾ ചൊല്ലിയാലേ അള്ളാഹ് നിന്നെ അങ്ങടെ ഏറ്റെടുക്കും. പിന്നെ ആ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണുനീര് വരൂല, വരാൻ അള്ളാഹു സമ്മതിക്കൂല. നിനക്ക് വേണ്ടത് എന്താണോ അത് അള്ളാഹു തരും. എന്ത് പ്രശ്നത്തിലാണോ ഉള്ളത് ആ പ്രശ്നത്തിൽ നിന്ന് അള്ളാഹ് കൈപിടിക്കും. ഇത് സാധാരണ ഒരു ദിക്റല്ല, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചൊല്ലിപ്പോണത് പോലെ അങ്ങനെ ചൊല്ലിപ്പോകേണ്ട ഒരു ദിക്റല്ല. ഇതെല്ലാവർക്കും ഉള്ള ക്ലാസ് അല്ല. ഇത് അള്ളാനെ വേണ്ടവർക്ക് മാത്രമുള്ള ക്ലാസ്സാണ്. അള്ളാനെ വേണ്ടവർക്ക്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ദിക്ർ വെറുതെ ചൊല്ലാനുള്ള ദിക്റല്ല, വിഴുങ്ങാനുള്ള ദിക്റാണ്. എങ്ങനെ? ചൊല്ലാനുള്ള ദിക്റല്ല, വിഴുങ്ങാനുള്ള ദിക്റാണ്. അതിനൊക്കെ തയ്യാറായ ആളുകൾ മാത്രം ഈ ക്ലാസ് മുഴുവനായി കാണുക. ഇത് കണ്ടു കഴിയുമ്പോഴേക്ക് നിങ്ങളങ്ങ് മാറും. നിങ്ങളുടെ കൽബിലേക്ക് സമാധാനം നിറയും. അല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? ഈ മനോഹരമായൊരു ദിവസം സുബ്ഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിന് വേണ്ടി സബാഹുൽ ഖൈർ എന്ന ഈ മഹനീയ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹാപ്പിയല്ല എല്ലാവർക്കും? എന്താണ് വിശേഷം? ഒന്ന് മനസ്സറിഞ്ഞ് ഹംദ് പറഞ്ഞ്, എന്ത് പ്രയാസമുണ്ടെങ്കിലും ഏത് കുടുക്കിൽ പെട്ടിട്ടുണ്ടെങ്കിലും ആ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയട്ടെ, വേഗാവട്ടെ. ഒന്ന് ചിരിച്ചോണ്ട് അൽഹംദുലില്ലാ പറഞ്ഞ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹംദിൻ്റെ ഫലം എന്നോണം നല്ല ഹൃദ്യമായ പ്രഭാതവും മനോഹരമായൊരു ദിവസവും നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ജീവിതവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന വല്ലാത്തൊരു ദിക്റാണിത്. അള്ളാനെ കിട്ടുന്ന ദിക്റാണ്. അള്ളാനെ കിട്ടിയാൽ പിന്നെ എല്ലാം കിട്ടും അല്ലേ? അള്ളാനെ കിട്ടിയാൽ പിന്നെ എല്ലാം കിട്ടൂലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അള്ളാനെ കിട്ടിയാൽ എല്ലാം കിട്ടും. അൽഹംദുലില്ലയെ കുറിച്ച് പഠിച്ചു. ദിക്ർ അൽഹംദുലില്ല അല്ല കേട്ടോ. അൽഹംദുലില്ല ശരിയാകണമെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ദിക്റുണ്ട്, ആ ദിക്ർ കൂടെ ശരിയാവണം. അപ്പോൾ അൽഹംദുലില്ലയുടെ ചില തുടർച്ചയാണ് ഇന്ന് നമ്മൾ പറയണത്. അൽഹംദുലില്ല അല്ല ഞാനീ പറയാൻ പോണ ദിക്ർ വല്ലാത്തൊരു ദിക്റാണ്. ആ ദിക്ർ റെഡിയായാലേ ഫാത്തിഹയിൽ അൽഹംദുലില്ല ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പറയണ അൽഹംദുലില്ല ആണെങ്കിലും ഇതൊക്കെ ശരിയാകൂ. അതങ്ങനെ ശരിയായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ പറന്ന് നടക്കുന്നവരാകും. ഇപ്പം എപ്പോഴും പാടുന്ന ആ വരികളൊന്ന് പാടിക്കേ. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ആ റബ്ബ് അള്ളാനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കണേ. മനസ്സിലാക്കാൻ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് അൽഹംദുലില്ലാഹിയുടെ അർത്ഥം? അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ എല്ലാ ലോകങ്ങളെ മുഴുവൻ അല്ലേ, എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവാണവൻ അല്ലേ. അൽഹംദു ഇവിടെ പടച്ചോന് വേണമെങ്കിൽ അഹ്മദു എന്ന് പറയായിരുന്നു അല്ലേ. അഹ്മദുല്ലാഹ്, ഞാൻ അള്ളാനെ സ്തുതിക്കുന്നു എന്ന് പടച്ചോന് വേണമെങ്കിൽ അവിടെ പറയായിരുന്നു. അതാകുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടൂലേ, അഹ്മദുല്ലാഹ് ഞാൻ അള്ളാനെ സ്തുതിക്കുന്നു എന്ന് പറയണതിന് പകരം അൽഹംദുലില്ല എന്നവിടെ പറയാൻ കാരണം എന്താണ്? അതായത് നീ മാത്രമല്ല മോനെ അള്ളാനെ സ്തുതിക്കണത്, സർവ്വ സൃഷ്ടികളും അള്ളാനെ സ്തുതിക്കുന്നുണ്ട്. സർവ്വ സൃഷ്ടികളും അള്ളാനെ സ്തുതിക്കുന്നുണ്ട്. ഈ മൈക്ക് അള്ളാനെ സ്തുതിക്കുന്നുണ്ട്, ഈ കണ്ണട അള്ളാനെ സ്തുതിക്കുന്നുണ്ട്, ഈ തലപ്പാവ് അള്ളാനെ സ്തുതിക്കുന്നുണ്ട്. എല്ലാം 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 അള്ളാനെ സ്തുതിക്കുന്നുണ്ടെന്നാണ്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാലും അള്ളാനെല്ലാം സ്തുതിക്കൂടെ ഞാൻ വേണമെന്നുണ്ടോ? അള്ളാഹ്ക്ക് സ്തുതി കിട്ടാനായിട്ട് അള്ളാനെ സ്തുതിക്കാനൂടെ ഞാൻ വേണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അൽഹംദുലില്ലാ എല്ലാ സ്തുതിയും ആർക്കാണ്? അള്ളാഹുവിനാണ്. പിന്നെ അഹ്മദുല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മറ്റൊരർത്ഥം ഇപ്പോൾ സ്തുതിക്കുന്നു എന്നാണ്. ഞാനിപ്പോൾ അള്ളാഹനെ സ്തുതിക്കുന്നു. ഇപ്പോഴല്ല, എപ്പോഴും സ്തുത്യർഹൻ ആര് മാത്രമാണ്? അള്ളാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ്. നല്ല ബോധമുള്ളൊരു മനുഷ്യന് അള്ളാഹുവിനെ നിരന്തരം സ്തുതിക്കാതിരിക്കാൻ പറ്റൂല. കൽബ് കൊണ്ട് കേൾക്കണേ,
നല്ല ബോധമുള്ളൊരു മനുഷ്യന് അള്ളാനെ നിരന്തരം സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താ? അവൻ്റെ ജീവിതം മുഴുവൻ അള്ളാൻ്റെ അനുഗ്രഹമാണെന്ന് അവനിങ്ങനെ ബോധ്യപ്പെടും. ഇപ്പോൾ ഒരനുഗ്രഹം എടുത്ത് ഒരുപാടൊന്നും എടുക്കേണ്ട, ഒരനുഗ്രഹം ശ്വസിക്കുകയാണ്, അൽഹംദുലില്ലാ 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 ഓരോ ശ്വാസത്തിനും ഹംദ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹംദ് നിർത്താൻ പറ്റുമോ? ഈ ശ്വാസം നിന്നാൽ പിന്നെ നമ്മളുണ്ടോ? നമ്മൾ ഈ ശ്വസിപ്പിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. എനിക്ക് ശ്വസിക്കാൻ കഴിവ് തന്നത് ആരാ? അള്ളാഹുവാണ്. അല്ലേ? ഈ ഹൃദയമിടിപ്പിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. നമ്മൾ നിൽക്കാൻ പറഞ്ഞാൽ ഹൃദയം നിൽക്കുന്നുണ്ടോ? നമ്മൾ ചാടാൻ പറഞ്ഞാൽ ചാടുന്നുണ്ടോ? ഓടുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അതിനെ ചലിപ്പിക്കുന്നത് എൻ്റെ റബ്ബാണ്. ഓരോ മിടിപ്പിനും അൽഹംദുലില്ലാ 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 യാ റബ്ബനാ. ഇതിനല്ലേ നമുക്ക് അവസരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ബാധ്യത തീർക്കാൻ പറ്റില്ല. കാരണം ഒരനുഗ്രഹത്തിന് തന്നെ നമ്മൾ സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മരണം വരെ സ്തുതിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അവിടെ ഒരു സമ്മതിക്കലാണ്. എന്നെ കൊണ്ട് ഇത്രേ കഴിയൂ എന്നുള്ളൊരു സമ്മതം. നമ്മുടെ കഴിവുകേട് റബ്ബിലേക്ക് തുറന്നു പറയലാണ് ഹംദ് കൊണ്ട് നമ്മൾ കൃത്യമായി അർത്ഥം വെക്കുന്നത് എന്നുള്ള എൻ്റെ മഹത്തുക്കൾ പറയാണ്. അൽഹംദുലില്ലാ പറയുന്നതോടുകൂടെ പടച്ചോനെ നിനക്ക് ഹംദ് പറഞ്ഞ് തീർക്കാൻ കഴിയില്ലല്ല, എല്ലാ സ്തുതിയും നിനക്കാണ് റബ്ബേ. ഔലിയാക്കരുടെ കുത്തുബായ മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു പറയണ മനോഹരമായ അവിടുത്തെ ഒരു ബൈത്തുണ്ട്. അതിങ്ങനെയാണ്: അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദാ വൽഹംദുലില്ലാഹി സുമ്മൽ ഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന അലാ മാ കാന യുൽഹിമുനി അൽഹംദുലില്ലാഹി. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദാ. അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും ആർക്കാണ്? ദായിമൻ, എപ്പോഴും ആർക്കാണ്? അള്ളാഹുവിനാണ്. അബദ, എപ്പോഴും അള്ളാഹുവിനും മാത്രമാണ്. എന്നിട്ട് പറയുന്നതോ വൽഹംദുലില്ലാഹി, പിന്നെയും സർവസ്തുതിയും ആർക്കാണ്? അള്ളാഹുവിനാണ്. സുമ്മ അൽഹംദുലില്ലാഹി, പടച്ചോനെ പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല അൽഹംദുലില്ലാ അല്ലാതെ. അതായത് അൽഹംദുലില്ലാ പറയാൻ തുടങ്ങിയാൽ പിന്നെ ആ അൽഹംദുലില്ലാ പറയാൻ തൗഫീഖ് ചെയ്ത അല്ലാഹ്ക്ക് വീണ്ടും ഒരു അൽഹംദുലില്ലാ, ആ അൽഹംദുലില്ലാ പറയാൻ തൗഫീഖ് ചെയ്ത അല്ലാഹ്ക്ക് വീണ്ടും അങ്ങനെ ഒരു സമ്മതിക്കലാണ്. ഇതല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന അലാ. പടച്ചോനെ റബ്ബുൽ ആലമീനായ നിനക്കാണ് സർവസ്തുതിയും. എങ്ങനെയുള്ള റബ്ബ്? എനിക്ക് രോഗം മാറ്റിത്തന്ന, മക്കളെ തന്ന, അല്ലെങ്കിൽ എനിക്ക് വെള്ളം തന്ന, വായു തന്ന റബ്ബിന് എന്നല്ല. പിന്നെ മക്കാന യുൽഹിമുനി അൽഹംദുലില്ലാഹി, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാൻ എനിക്ക് തോന്നിപ്പിച്ചു തന്ന എൻ്റെ നാഥനുണ്ടല്ലോ, ആ റബ്ബിന് അൽഹംദുലില്ലാ. ആരാ അത് പറയണത്? സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അള്ളാൻ്റെ അനുഗ്രഹങ്ങളിൽ കിടന്നിങ്ങനെ ആറാടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവർക്ക് അൽഹംദുലില്ലാ പറയാൻ പറ്റണില്ല. നമ്മുടെ മനസ്സിൽ അൽഹംദുലില്ലാ പറയാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ നാവ് അൽഹംദുലില്ലക്ക് വേണ്ടി ചലിക്കുന്നുണ്ടോ? അതെൻ്റെ നാഥൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിട്ടൊരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ എത്ര വലിയ ആനന്ദാണത്! മനസ്സിലായോ? എത്ര വലിയ ആനന്ദാണത്! അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ തന്ന നാവ് കൊണ്ട് അൽഹംദുലില്ലാ പറയുന്നു അല്ലേ? അള്ള തന്ന കൈ കൊണ്ട് ഹംദ് പ്രാക്ടിക്കലാക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ പടച്ചോൻ സമ്പത്ത് തന്നു. എന്തു പറഞ്ഞു? നമ്മൾ കച്ചവടത്തിൽ ലാഭം തന്നപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു. ആ ഹംദ് പ്രാക്ടിക്കലാവണത് എങ്ങനെയാ? ആ ഹംദ് യഥാർത്ഥ ഹംദാകണമെങ്കിൽ ആ കിട്ടിയ പൈസയിൽ നിന്ന് പാവപ്പെട്ടവനെ നീ സഹായിക്കണം. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എന്നുള്ളൊരു ബോധ്യത്തിൽ സമ്മതിക്കൽ കൂടെയാണ് അൽഹംദുലില്ലാ. നിങ്ങൾക്ക് മനസ്സിലായില്ല? അൽഹംദുലില്ലാ വെറുതെ പറയലല്ല. പൈസ കിട്ടുമ്പോൾ വെറുതെ പറഞ്ഞാൽ പോരാ. ആ പൈസ പാവപ്പെട്ടവരിലേക്ക്, ആവശ്യക്കാരിലേക്ക്, സക്കാത്തിൻ്റെ അവകാശികളിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുമ്പോഴാണ് അൽഹംദുലില്ലാ പ്രാക്ടിക്കലാകുന്നത്. അപ്പോഴേ അൽഹംദുലില്ലാ സ്വീകരിക്കൂ. അതൊരു സമ്മതം കൂടെയാണ്. എന്ത് സമ്മതം? പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. ഈ പൈസ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല അല്ലാ, എൻ്റെ അധ്വാനം കൊണ്ടുണ്ടായതേ അല്ല അല്ലാ. അധ്വാനം കൊണ്ടാണ് പൈസ ഉണ്ടാകണതെങ്കിൽ നമ്മുടെ ബംഗാളികളൊക്കെ ആയിരിക്കണം കോടീശ്വരന്മാർ. അത്ര കടന്ന് അവന്മാർ അധ്വാനിക്കുന്നുണ്ട്. അധ്വാനമൊന്നും അല്ല ഇതിന് നിദാനം. അള്ള തരുന്നതാണ്. ആര് തരുന്നതാണ്? അള്ള തരുന്നതാണ്.
അപ്പം നാവ് കൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പടച്ചോ നമുക്ക് തൗഫീക്ക് എന്നില്ലേ? എത്ര മനുഷ്യന്മാരാണ് നമ്മൾ അതിന് അള്ളാനെ സ്തുതിക്കണ്ടേ? എത്ര ആൾക്കാരാണ് നാവ് കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് നാവിൻ്റെ ചലനശേഷി നിന്നു പോണത്? ചിന്തിച്ചിട്ടില്ല നിങ്ങൾ? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ആക്റ്റീവായി ഓടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് സ്ട്രോക്ക് വന്നങ്ങ് വീഴുന്നത്, നാവ് കുഴഞ്ഞു പോകുന്നത്, സംസാരിക്കാൻ തീരെ പറ്റാതെ പോകുന്നത് കണ്ടോ? അപ്പം അൽഹംദുലില്ലാ പറയാൻ എൻ്റെ നാവിനെ ചലിപ്പിക്കുന്ന അള്ളാഹ്. ഞാനാണോ എൻ്റെ നാവിനെ ചലിപ്പിക്കുന്നത്? അള്ളാഹ്. ആരാണ്? അള്ളാഹ്. അവൻ മാത്രമാണ്. ആ അൽഹംദുലില്ലാ പറയാൻ തൗഫീഖ് ചെയ്ത അള്ളാഹ് നിനക്കാണ് സർവ്വസ്തുതിയും. ആ അൽഹംദുലില്ലാ പറയാൻ തൗഫീഖ് ചെയ്ത അള്ളാഹ് നിനക്കാണ് സർവ്വസ്തുതിയും. ആ അൽഹംദുലില്ലാ പറയാൻ തൗഫീഖ് ചെയ്ത അള്ളാഹ് നിനക്കാണ് സർവ്വസ്തുതിയും. ഇതിങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു അന്ത്യം ഉണ്ടാവൂല. അപ്പോൾ പിന്നെ അങ്ങ് സമ്മതിക്കലാണ്. ലക്കൽ ഹംദു മൗലാനാ അലാ കുല്ലി നിഅമതി വമിൻ ജുംലത്തിൻ നഅമായി ഖൗലി ലക്കൽ ഹംദു ലക്കൽ ഹംദു മൗലാനാ. എൻ്റെ യജമാനനായ റബ്ബേ, എല്ലാ സ്തുതിയും നിനക്കാണല്ല. അലാ കുല്ലി നിഅമതി, എനിക്ക് ചെയ്ത എല്ലാ നിഅമത്തിനും പടച്ചോനെ നിനക്കാണ് ഹംദ്. വമിൻ ജുംലത്തിൻ നഅമായി, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഖൗലി ലക്കൽ ഹംദു, നിനക്ക് അൽഹംദുലില്ലാ പറയാൻ നീ ഒരു തൗഫീഖ് എന്നില്ലേ? അതാണ് പടച്ചോനെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞങ്ങ് സമ്മതിക്കലാണ്. നീ അനുഗ്രഹിക്കാതെ ഹംദ് പറയാൻ പറ്റൂല. അതായത് വാ കൊണ്ട് വരുന്നത് അൽഹംദുലില്ലാ, അതിൽ കാര്യമില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട് ഇതിങ്ങനെയാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ നീ ഇമാം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും മോമിങ്ങൾ ഇങ്ങനെ ഒരു കാണിക്കലുണ്ട് ലാസ്റ്റ്. അല്ലാഹു ആ സാധനം അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതല്ല, അൽഹംദുലില്ലാ കൽബ് കൊണ്ട് പറയണമെങ്കിൽ, കൽബിൽ തട്ടി ബോധ്യപ്പെട്ട് പറയണമെങ്കിൽ അള്ളാഹു അവൻ്റെ സഹായം നമുക്ക് തരണം. നമ്മൾ പറഞ്ഞ ദിക്റിലേക്ക് നമുക്ക് വരാം. അൽഹംദുലില്ലാ റെഡിയാക്കണ്ടേ? അത് റെഡിയാക്കണമെങ്കിലുള്ള വഴിയാണ് ഈ പറയണത്. കച്ചവടം തകർന്നിരിക്കണവർ ഈ കൂട്ടത്തിലുണ്ട്, കടം വന്ന് കുടുങ്ങിയിരിക്കണവർ ഈ കൂട്ടത്തിലുണ്ട്, ജീവിതം അബോഷൻ ഉണ്ടായവർ ഈ കൂട്ടത്തിലുണ്ട്, ജപ്തിയുടെ വക്കിലുള്ളവരുണ്ട്, ജീവിതം ഇനി ആത്മഹത്യയുടെ മുമ്പിലാണെന്ന് പോലും ചിന്തിക്കണവരുണ്ട്. മക്കളെ നിങ്ങൾ ഇവിടെ നിൽക്കണം, അള്ളാനെ ബോധ്യപ്പെട്ട് നിൽക്കണം. അതായത് വെറുതെ അൽഹംദുലില്ലാ പറയലല്ല, ഞാൻ തൃപ്തനാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് അൽഹംദുലില്ലാ പറയേണ്ടത്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അൽഹംദുലില്ലാ എന്താ വിശേഷം, സുഖല്ലേ? അൽഹംദുലില്ലാ. ഇത് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയണ ചിലപ്പോൾ അവൻ്റെ വാപ്പോടെ മരിച്ചിറപ്പുണ്ടാവും. എന്താ വിശേഷം? അൽഹംദുലില്ലാ. ഉറച്ച് പറയണം. ചില ആൾക്കാരുണ്ട്, എന്താ വിശേഷം? അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം ഉസ്താദേ. ഇത് അൽഹംദുലില്ലാ ആയിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മോനെ എൻ്റെ വാപ്പാരാണ്, അതെൻ്റെ വാപ്പ അബ്ദുള്ള, സംശയമാണ്. അങ്ങനെ പറയോ? അങ്ങനെ പറയോ? പറയില്ലല്ലോ. എടോ നിൻ്റെ വിശേഷം എന്താ? അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാ. എനിക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം അൽഹംദുലില്ലാ, വാട്ടെവർ ഞാനതിൽ തൃപ്തനാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പറയുമ്പോഴാണ് അൽഹംദുലില്ലാ ആകണത് എന്നാണ്. ഇനി നമുക്ക് ആ ദിക്ർ ഏതാന്ന് പഠിക്കാം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖാല കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഒരാൾ പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ ചൊല്ലുന്ന ദിക്റായിരിക്കും ചിലപ്പോൾ, പക്ഷെ നമ്മൾ ഈ പറയണത് പോലെ പറയണം. എങ്ങനെ? റദീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ. എന്താണ് ദിക്ർ? റദീതു ബില്ലാഹി റബ്ബാ. വേണമെങ്കിൽ റദീന ബില്ലാഹി എന്നും പറയാം, ഞങ്ങൾ തൃപ്തിപ്പെട്ടു എന്നും പറയാം. റദീതു ഞാൻ തൃപ്തിപ്പെട്ടു, ബില്ലാഹി റബ്ബ അള്ളാഹുവിനെ റബ്ബായി രക്ഷിതാവായി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹ് മതി. എനിക്ക് ആരുമില്ല, എനിക്ക് ഭാര്യയില്ല, ഭർത്താവുമില്ല, മക്കളുമില്ല, ആരുമില്ല എന്നെ സഹായിക്കാൻ, നീ മാത്രമുള്ള നീ ഉള്ളൂ എനിക്ക്. ഈ സമ്മതം ഉണ്ടല്ലോ, രക്ഷിതാവായിട്ട് അള്ളാഹനെ മനസ്സിലാക്കുന്ന തൃപ്തിപ്പെടുന്നൊരവസ്ഥയാണത്. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീന, എൻ്റെ മതമായി പടച്ചോനെ ഞാൻ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, നബിയായി മുത്ത് നബിയെയും തൃപ്തിപ്പെട്ടു. ഇത് ബോധ്യത്തിൽ ഈ ദിക്ർ വരണം, വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ബോധ്യം വന്നാൽ എന്ത് സംഭവിക്കും? ഡെയിലി ഒരെണ്ണം പറഞ്ഞാൽ മതി. ഹഖ്കുൻ അലല്ലാഹ്, അള്ളാഹു ഒരു ബാധ്യത എന്നോണം ഏറ്റെടുക്കും. അള്ളാഹ്ക്ക് വല്ല ബാധ്യത ഉണ്ടോ നമ്മളോട്? ഇല്ല. പക്ഷേ ഒരു ബാധ്യത എന്നോണം അള്ളാഹ് ഏറ്റെടുക്കും. അതായത് ഉറപ്പായിട്ടും തരും പടച്ചോൻ. അയ്യുർദിയഹു യൗമൽ ഖിയാമ, അവനെ പടച്ചോൻ അങ്ങ് തൃപ്തിപ്പെടുത്തും ഖിയാമത്ത് നാളിന്. അവനെ അള്ളാഹ് അങ്ങ് തൃപ്തിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവൻ എന്ത് വേണോ അത് അള്ളാഹ് കൊടുക്കും. എന്തിനും പടച്ചോൻ അങ്ങ് തയ്യാറാകും. അള്ളാഹ് അങ്ങ് അവനെ ഏറ്റെടുക്കും എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. എങ്ങനെയാണോ റളീതു ബില്ലാഹി റബ്ബയാകണത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഹദ്ദാദിൽ ഡെയിലി ഇങ്ങനെ റളീതു ബില്ലാഹി റബ്ബ ഇസ്ലാമി മുഹമ്മദ് നബിയ, റളിതു ബില്ലാഹി റബ്ബ ഇസ്ലാമി മുഹമ്മദ് നബിയ, റളിതു ബില്ലാഹി റബ്ബ ഇസ്ലാമി മുഹമ്മദ് നബിയ, സാധനം ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. എന്താ കിട്ടിയേ?
ചൊല്ലൽ മാത്രം പോരാ, കൽബിലേക്ക് വരണം. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കിക്കോട്ടോ, ഒരാൾ കച്ചവടം ചെയ്യാണ്, വൈകുന്നേരം ഇപ്പോൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അല്ലാ ഇന്ന് നല്ല ലാഭമുണ്ട്. ഉടനെ അയാൾ അൽഹംദുലില്ലാ റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. പടച്ചോനെ അൽഹംദുലില്ലാ, ഞാൻ തൃപ്തിപ്പെട്ടു അല്ലാ, നിന്നെ തൃപ്തിപ്പെട്ടു അല്ലാ. ഓക്കെ, അടിപൊളിയായില്ലേ? രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ടാലി ചെയ്ത് നോക്കുമ്പോൾ ലാഭത്തിൽ ചെറിയ കുറവുണ്ട്. ഇന്നലത്തെ അത്ര ലാഭമില്ല, പക്ഷെ ചെറിയൊരു ലാഭമുണ്ട്. ആയിക്കോട്ടെ, ഇന്നലെ എനിക്ക് ഒരുപാട് ലാഭം തന്നല്ല, ഇന്ന് ഇത്തിരി കുറച്ചു. അൽഹംദുലില്ലാ റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. ഓക്കെ, മൂന്നാമത്തെ ദിവസം ഇവനിങ്ങനെ വൈകുന്നേരം കാണാൻ കൂട്ടി നോക്കുമ്പോൾ ലാഭമില്ല, നഷ്ടമില്ല. ഇന്ന് ജോലിക്കാർക്കും വാടകയ്ക്കും ഉള്ളതുണ്ട്, നമുക്കൊന്നും കിട്ടിയില്ല എന്നേ ഉള്ളൂ. കുഴപ്പമില്ല. അൽഹംദുലില്ലാ റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. നാലാമത്തെ ദിവസം കച്ചവടം നടക്കുകയാണ്. രാത്രിയായപ്പോൾ നോക്കുമ്പോൾ ലാഭമില്ല. എന്നാലോ ജോലിക്കാരനും കൊടുക്കാനുമില്ല, വാടകയ്ക്കും ഇല്ല, നല്ല നഷ്ടം വന്നിട്ടുണ്ട്. അടച്ചോനെ, ഇന്ന് അൽഹംദുലില്ലാ വായിന്ന് വന്നില്ല, ഇന്ന് റളീതു ബില്ല വന്നില്ല. ഇവനെ അൽഹംദുലില്ലാ പറയാൻ യോഗ്യതയില്ലാത്തവനാണ്. ഇവൻ അൽഹംദുലില്ലാ പറയാൻ യോഗ്യതയില്ലാത്തവനാണ്. ഇവന് ഫാത്തിഹ വിഴുങ്ങാൻ യോഗ്യതയില്ലാത്തവനാണ്. ആ ഘട്ടത്തിലും നഷ്ടത്തിലും പറയണം അൽഹംദുലില്ലാ റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ എന്ന് പറയണം എന്നാണ് പരിശുദ്ധ. അതാണ് കുല്ലയൗമിൻ, എല്ലാ ദിവസവും. ലാഭമുള്ള ദിവസം അല്ലെങ്കിൽ രോഗമില്ലാത്ത ദിവസം, കച്ചവടത്തിൽ നഷ്ടമില്ലാത്ത ദിവസം മാത്രം അൽഹംദുലില്ലാ പറയണമെന്നല്ല, കുല്ലയൗമിൻ, എല്ലാ ദിവസവും. അങ്ങനെ നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അൽഹംദുലില്ലാ. ഏത് ബോധ്യത്തിൽ? റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. പറ്റുമോ നിങ്ങളെ കൊണ്ട്? അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ രാജാക്കന്മാരാകും. സമാധാനം നിങ്ങളെപ്പോലെ അനുഭവിച്ചറിയുന്നവരാരും ഉണ്ടാവില്ല. പരീക്ഷിക്കും പടച്ചോൻ, കൈവിടൂല. അള്ളാഹ് നിങ്ങളെ അങ്ങ് താങ്ങിയെടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആരോഗ്യമുള്ള ദിവസം മാത്രമല്ല, ലാഭമുള്ള ദിവസം മാത്രമല്ല, സങ്കടത്തിലും രോഗത്തിലും നഷ്ടത്തിലും ഒക്കെ പറയണം അൽഹംദുലില്ലാ റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീന. അതെങ്ങനെ ഇസ്ലാമി ദീനാകണത്? വബിൽ ഇസ്ലാമി ദീന, ഞാൻ അള്ളാഹിൻ്റെ മതത്തിൽ തൃപ്തിപ്പെട്ടു. നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മുസ്ലിമാണ്, ഞാൻ തൃപ്തിപ്പെട്ടു. അതൊന്നും അല്ല സാധനം. അതായത് ഉദാഹരണം പറഞ്ഞാൽ മമ്മദും സുകുമാരനും കൂടെ ഒരു കച്ചവടം തുടങ്ങി. ആരൊക്കെ? മമ്മദും സുകുമാരനും. നല്ല കച്ചവടമായിരുന്നു, പക്ഷേ കച്ചവടം പൊട്ടിപ്പോയി. വട്ടായിട്ടില്ല, കച്ചവടം പൊട്ടിയിട്ടേ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബീവറേജിൽ നിന്ന് ഒരു അറിയിപ്പ് വരുന്നത്, ഈ മദ്യം എടുത്തു കൊടുക്കാനായിട്ട് ഒരാൾ വേണം. സുകുമാരൻ നേരെ എവിടെ പോയി? ബീവറേജിൽ പോയി ജോയിൻ ചെയ്തു. മമ്മദിന് പറ്റുമോ? മമ്മദിന് പറ്റൂല. മമ്മദ് പറയണം, ഇടങ്ങേറാക്കാനായിട്ട് പടച്ചോൻ ഇതൊക്കെ ഹലാലാക്കിയിരുന്നെങ്കിൽ മനുഷ്യനെ അവിടെ പോയി കുറച്ച് കള്ളെടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ രക്ഷപ്പെടായിരുന്നു. ഇനിയും അതൊന്നിനും സംഭവിക്കൂല. ഇവനെ മുസ്ലിം എന്ന് പറയാൻ കൊള്ളൂല, ഇവനെടുത്ത് വലിച്ചെറിയണം. പക്കാ മുനാഫിക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഇപ്പോൾ ഒരാളിങ്ങനെ കള്ളു കുടിച്ച് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരാൾ കാണാൻ, വീട്ടിലേക്ക് ചെന്നാൽ കെട്ടിയോ കൂടെ തൊള്ളയാണ്, ഈ കള്ളും കുടിച്ച് അവിടെ ഞാനും കിടക്കായിരുന്നു. പക്ഷേ ഇസ്ലാം ഇതൊക്കെ ഹറാമാക്കിയല്ലോ, ഇവൻ ഇസ്ലാമിന് പുറത്താണെന്നേ. ഇവനെന്തിനുമുള്ള ഇവൻ അൽഹംദുലില്ലാ പറയാൻ ഒരു യോഗ്യതയില്ല. വബിൽ ഇസ്ലാമി ദീൻ എങ്ങനെ? അവൻ പറയണം, പടച്ചവനെ, സുകുമാരന് ഒരു ഹക്കും ബാത്തിലുമില്ലല്ലോ അല്ലാ. എനിക്ക് പട്ടിണി കിടക്കേണ്ടി വന്നാലും തകർച്ചയിലാകേണ്ടി വന്നാലും എൻ്റെ റബ്ബിന് വെറുപ്പുള്ളത്, എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തത് എനിക്ക് വേണ്ട അല്ലാ. അൽഹംദുലില്ലാ. ഇതാണ് വബിൽ ഇസ്ലാമി ദീന എന്ന് പറയുന്നത്. അതായത് എല്ലാ സമയത്തും അൽഹംദുലില്ലാ റളീതു ബില്ല പറയാൻ പറ്റിയ മക്കളെ, കച്ചവടം പൊട്ടിയിരിക്കണവരെ, നിങ്ങളുടെ കച്ചവടം അള്ളാഹ് കൈപിടിക്കും. നിങ്ങൾ ഉറപ്പാണ്. നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് എവിടെ പോയി നിൽക്കാനാ? ആരാ നിങ്ങളുടെ ടെൻഷൻ മാറ്റണത്? അള്ളല്ലേ. ആ റബ്ബിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോവല്ലേ. അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. അവൻ നിങ്ങൾക്ക് ഈ പരീക്ഷണം തരണം എന്തിനാ? നിങ്ങൾ എത്രത്തോളം പോകുമെന്ന് നോക്കാനാണ്, അല്ലാതെ നിങ്ങളെ കൊണ്ടുപോയി കൊടുക്കാനല്ല. ആ പരീക്ഷണ ഘട്ടത്തിലും നിങ്ങൾ അള്ളാഹുവിനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ ഇഷ്ടമുണ്ട് നിങ്ങളെ. മനസ്സിലാവണ്ടോ? നമുക്ക് മനസ്സിലാവണ്ടേ? ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഹബീബായ തങ്ങൾ പറയണം, ഒരു മനുഷ്യൻ പരലോകത്തേക്ക് വരും. ഒരു മനുഷ്യൻ എങ്ങോട്ട് വരും? പരലോകത്തേക്ക് വരും. ഒരു ഹദീസാണ്, മനോഹര ഹദീസാണ്. അപ്പോൾ
ആ മനുഷ്യനോട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ? എന്താ ചോദ്യം? നീ എന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? അപ്പോൾ മനുഷ്യൻ പറയും, പടച്ചവനെ, നീ എനിക്ക് ഖൈറല്ലാത്തത് തന്നിട്ടില്ല അല്ലാ. നീ എനിക്ക് മുൻപും ഇപ്പോഴും നല്ലതല്ലാത്തതൊന്നും തരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലാ. അന്നും ഇന്നും എനിക്ക് ഖൈറായത് മാത്രമേ നീ തന്നിട്ടുള്ളൂ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, ഞാൻ എന്ത് തന്നാലും നിനക്ക് ഇഷ്ടപ്പെടുമോ? ചോദ്യം എന്താണ്? ഞാൻ എന്ത് തന്നാലും നിനക്ക് ഇഷ്ടപ്പെടുമോ? അപ്പം മനുഷ്യൻ, നഅം യാ റബ്ബി, നിൻ്റെ അടിമയാണ് ഞാൻ, നീ എന്ത് തന്നാലും എനിക്കിഷ്ടമാണ്. നമ്മളാണെങ്കിലോ, പടച്ചോനെ എനിക്ക് എന്ത് തന്നാലും എന്ന് പറയുക സങ്കടമൊന്നും തരില്ലേ, സന്തോഷം തന്ന. അങ്ങനെയല്ല, നീ എന്ത് തന്നാലും, എൻ്റെ റബ്ബായ നീ എനിക്ക് എന്ത് തന്നാലും എനിക്കത് ഇഷ്ടമാണല്ലാ. ഇത് പറഞ്ഞപ്പോൾ പടച്ചോൻ പറയാണ്, ഖളൈതു ഫീ ഹഖ്ഖിക അൻ തകൂന മിൻ അഹ്ലിൻ നാർ. മോനെ, എൻ്റെ വിധിയിൽ നീ നരകാവകാശിയാണ്, നിന്നെ നരകത്തിലേക്ക് ഇടാനാണ് ഞാൻ വിധിക്കുന്നത്. ആര് പറയാം? അല്ലാഹ് പറയാം. ഈ മനുഷ്യനത് കേട്ടപ്പോൾ ജബാനിയാക്കളെന്ന മലക്കുകൾ പിടിക്കേണ്ടിയൊന്നും വന്നില്ല. ഈ മനുഷ്യൻ നരകത്തിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കാൻ. അള്ളാഹ് എന്താ പറഞ്ഞത്? എൻ്റെ അടിമയായി നീ, നിന്റെ വിധി നരകത്തിൽ കിടക്കലാണെന്ന് പറയേണ്ട താമസം. എൻ്റെ റബ്ബിനിഷ്ടം ഞാൻ നരകത്തിൽ കിടക്കണതാണെങ്കിൽ ഒരു മലക്കും എന്നെ പിടിക്കണ്ട, നരകത്തിലേക്ക് ഞാൻ ഓടിക്കോളാം. നരകത്തിൻ്റെ വാതിലിലേക്ക് ആ മനുഷ്യനെത്തുമ്പോഴേക്ക് അള്ളാഹു നരകത്തിലെ തീയിൻ്റെ ചൂട് മാറ്റിക്കളഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മക്കളെ അള്ളാഹ് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിനെ മുറുകെ പിടിച്ചു നോക്കിയാൽ നിങ്ങളെ കൈവിടൂല. പരീക്ഷിക്കും, ടെൻഷനാക്കാൻ നോക്കും. ശൈത്താൻ്റെ ഒരുപാട് കുതന്ത്രങ്ങൾ അതിൻ്റെ ഇടയിലുണ്ടാകും. തകരില്ലടോ, അൽഹംദുലില്ലാ റളിതു ബില്ലാഹി റബ്ബ, എൻ്റെ റബ്ബ് പടച്ചോനാണ്, അവൻ എന്നെ കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അള്ളാഹ് നിങ്ങളെ കൈപിടിക്കുമെന്ന് ഉറച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നിങ്ങൾക്ക് പിടികിട്ടില്ല സംഭവം അല്ലേ? പിടികിട്ടിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കരിച്ചു കളയാൻ അള്ളാഹ് തീരുമാനിക്കുമോ? നമ്രൂദിൻ്റെ സദസ്സിൽ ഇങ്ങനെ വലിയ തീകുണ്ടാരങ്ങൾ ഉയരുകയാണ്. വലിയ തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറക് കൂനങ്ങനെ ഉയരുകയാണ്. ചില പെണ്ണുങ്ങളൊക്കെ നേർച്ചയാക്കി, എൻ്റെ നടുവേദന മാറാൻ വേണ്ടി ഇബ്രാഹിമിനെ കത്തിക്കാനുള്ള തീയിലേക്ക് അല്ലെങ്കിൽ ആ വിറകിലേക്ക് ഞാനിതാ നേർച്ചയാക്കുന്നു എന്നാണ്. നേർച്ചയാക്കി വമ്പം വിറക് കൂനയായി കത്തിച്ചു. അടുത്തോട്ടൊരു മനുഷ്യന് പോകാൻ പറ്റണില്ല. ഒരു വില്ലുമ്മ കൊളുത്തിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒരു വില്ലുവണ്ടിയിൽ കൊളുത്തിയിട്ടാണ് തീയിലേക്ക് എറിയണത്. പോണ വഴിക്കുണ്ട് ജിബ്രീൽ വന്നിട്ട് ചോദിക്കണത്, ഏത് തീയിലേക്ക് വീഴാൻ പോകുമ്പോൾ ജിബ്രീൽ ചോദിക്കുകയാണ്, എന്താ ചോദിക്കണേ? അതെ, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. വേണ്ട ജിബ്രീൽ, എൻ്റെ റബ്ബ് ഞാൻ തീയിൽ വീഴുന്നത് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനത് കൊതിക്കുന്നുണ്ട്. എൻ്റെ റബ്ബിന് ഇഷ്ടം ഞാൻ തീയിൽ വീഴുന്നതാണെങ്കിൽ എനിക്കതാണ് ഇഷ്ടം ജിബ്രീൽ, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ടാന്ന് സയ്യിദുനാ ഇബ്രാഹിം. തീയിലേക്ക് വന്ന് വീണപ്പോൾ തീ അങ്ങ് തണുപ്പായി മാറി. നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹ് താല്പര്യപ്പെടുന്നുണ്ട്. എന്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾ അംഗീകരിക്കുന്നത്. നമുക്ക് എപ്പോഴും പിടികിട്ടിയ സംഭവം, അതായത് നമ്മുടെ കുഞ്ഞുമക്കൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളെവിടെയെങ്കിലേക്ക് യാത്ര പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കും, എന്താ വേണ്ടത് മോന്? വാപ്പി കൊണ്ടുവരാമല്ലോ, വാപ്പി എനിക്ക് മിഠായി വേണം, അല്ലെങ്കിൽ വാപ്പി എനിക്ക് ഇന്നാലിന്ന കളിപ്പാട്ടം വേണം, ഇതൊക്കെ പറയും അല്ലേ? നമ്മുടെ മക്കൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയാം, എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കും. എന്തിനാ ചോദിക്കണത്? അവർ പറയുന്നത് കേൾക്കാൻ, അവർ പറയണത് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കൊതിയാണ്. അതിൽ ഒരു കുട്ടി ഇങ്ങനെ പറയാണ്, എനിക്കൊന്നും വേണ്ട വാപ്പി പോയിട്ട് വേഗം ഇങ്ങോട്ട് വന്നാൽ മതി, എനിക്കെൻ്റെ വാപ്പീനെ മതി എന്നൊരു കുട്ടി പറഞ്ഞാൽ ആ കുഞ്ഞിനോട് നമുക്ക് എന്തൊരു സ്നേഹമായിരിക്കും. എടോ, ഇത് അള്ളയും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വർത്താനം കേൾക്കാൻ. ഏത് വർത്താനം? നിന്നെ മതിയല്ല, നിന്റെ തൃപ്തി മതിയല്ല, നിന്റെ റിള മതിയല്ല, നീ എന്താണോ തൃപ്തിപ്പെടുന്നത് അത് മതി എനിക്ക്. ഞാൻ നരകത്തിൽ പോകാനാണ് നീ തൃപ്തിപ്പെടണമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു ഓടുകയാണ് ആ മനുഷ്യൻ. നരകത്തിൻ്റെ തീയല്ല തണുപ്പാക്കി മാറ്റിക്കൊടുത്തു, തീയിൻ്റെ ചൂടങ്ങ് മാറ്റിക്കൊടുത്തു പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ ദാരിദ്ര്യം അനുഭവിക്കലാണ് എൻ്റെ റബ്ബിന് ഇഷ്ടമെങ്കിൽ ഞാൻ കിടക്കാൻ തയ്യാറാണ്. അവരെപ്പോലെ സമാധാനം അനുഭവിക്കണം വേറെ ഉണ്ടാവില്ല. കാരണം എന്താ? എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം ഇതാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അൽഹംദുലില്ലാ
റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. നിങ്ങൾക്ക് പിടികിട്ടേണ്ട ഒരു സാധനമൊക്കെ ഞാൻ പറയണത്. കുറച്ച് ഇത്തിരി കട്ടിയുള്ളതാണ്. കൽബിലേക്ക് അത് പതിയെ കയറ്റി കൊടുക്കണം. അള്ളാനെ തൃപ്തിപ്പെട്ടാൽ പിന്നെ സന്തോഷം മാത്രമാണ്. അൽഹംദുലില്ലാ പറയണം, അള്ളാനെ തൃപ്തിപ്പെട്ടുകൊണ്ട് പറയണം. അല്ലാതെ ഇപ്പോൾ എനിക്ക് അള്ളാനെ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ പറഞ്ഞുകൊണ്ടായില്ല. വെളുത്തതും കറുത്തതും എല്ലാം തരും പടച്ചോൻ. ചിലപ്പോൾ നല്ലത് തരും, ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ മോശമാണെന്ന് തോന്നണത് തരും, രോഗം തരും, എല്ലാം നിന്ന് പടച്ചോൻ പരീക്ഷിക്കും. എന്തിനാ? എനിക്ക് നിന്നെ വേണമല്ല, നിന്റെ തൃപ്തി വേണമല്ല, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ടവൾ ഭാര്യ ഒരു യാത്ര പോകാൻ നേരത്ത് ഭാര്യയോട് ചോദിക്കാൻ, എന്താടി വേണ്ടത്? ഞാൻ മോളെ ഞാനൊന്ന് ശ്രീലങ്കയിൽ പോയിട്ട് വരാം, എന്താ മോക്ക് വേണ്ടത്? അതിക്കാകെ വരുമ്പോൾ മറ്റേ ജ്വല്ലറിയിൽ നിന്ന് മറ്റേ സാധനം മേടിച്ചിട്ട് വരണം. ശ്രീലങ്കയിൽ മറ്റേ സ്വർണത്തിനൊക്കെ വില കുറവാണ്, അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവരണം. ഇവള് അത്ര അങ്ങോട്ട് പോരാ അല്ലേ? അത്ര അങ്ങോട്ട് പോരാ. നല്ല സ്നേഹമുള്ളവളാണെങ്കിൽ, ഭർത്താവിനെ തൃപ്തിപ്പെടുന്ന ഭാര്യയാണെങ്കിൽ അവളെന്താ പറയുക? അവള് ഒന്നും വേണ്ട, ഇക്കാക്ക വേഗം പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, എനിക്ക് കാണാണ്ട് പറ്റൂല എൻ്റെ ഇക്കാക്കാനെ. ഇത് ആരിഷ്ടപ്പെടുന്നുണ്ട് കേൾക്കാൻ? ആരിഷ്ടപ്പെടുന്നുണ്ട് മക്കളെ? അല്ലാ. അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിന്നാലും നിൽപ്പുറക്കില്ല. കാരണം എന്താ? എൻ്റെ ഇക്കാക്ക എങ്ങനെയായിരിക്കും? ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ? വെള്ളം കുടിച്ചിട്ടുണ്ടാവുമോ? അല്ലാത്ത കെട്ടികളാണെങ്കിൽ ഭണ്ഡാരം മേടിക്കാനുണ്ട്. മനുഷ്യനാകെ കൊല്ലത്തിൽ 10 ദിവസമാണ് കിട്ടുന്നത് വീട്ടിൽ നിൽക്കാനായിട്ട്. അങ്ങനെയിരിക്കുകയാണെങ്കിൽ മനുഷ്യൻ എപ്പോഴും അവിടെ തന്നെ വേണം. ഇതല്ല തൃപ്തിപ്പെട്ട ഭാര്യ. മറ്റതാണ് തൃപ്തിപ്പെട്ട ഭാര്യ. അതിന് ഭർത്താവും പണിയെടുക്കണം. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണെന്ന് ബോധ്യം ഒരടിമക്കുണ്ടെങ്കിൽ അവൻ പറയുന്ന അൽഹംദുലില്ലാ കൊണ്ട് അവന് ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും, അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും തീരുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദി വഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹനെ തൃപ്തിപ്പെട്ടാൽ അള്ളാഹ് തൃപ്തിപ്പെടും. അതുകൊണ്ടാണ് സ്വഹാബത്തിനെ റളിയല്ലാഹു അൻഹും വറളു അൻ. ഇങ്ങനെ അൽഹംദുലില്ലാ പറയണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായോ? അതായത് നമ്മളെപ്പോഴും ഓതുന്ന ഒരു ആയത്താണ് ഉദ്ഉനി അസ്തജിബു ലക്കും. എന്നെ വിളിക്ക്, ഞാൻ നിങ്ങൾക്ക് തരാം. എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ആയത്താണ് എന്ത്? ഉദ്ഉനി അസ്തജിബു ലക്കും. എന്നോട് നിങ്ങൾ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് തരാം. അതിനേക്കാൾ ആപ്റ്റായ ഒരു അർത്ഥമുണ്ട് ഉദ്ഉനി. അതിൻ്റെ ശരിയായ അർത്ഥം നിങ്ങൾ എന്നെ ചോദിക്ക്. നിങ്ങൾ എന്നെ ചോദിക്ക്, ഞാൻ തരാം. മനസ്സിലായില്ല നിങ്ങൾക്ക്? നേരത്തെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചില്ലേ, ഞാൻ ദൂരയാത്ര പോയിട്ട് വരുമ്പോൾ നിനക്കെന്താ കൊണ്ടുവരേണ്ടത്? എനിക്ക് സ്വർണം വേണം, ഗിഫ്റ്റ് വേണമെന്നൊന്നുമല്ല, എനിക്ക് നിങ്ങളെ മതി, എൻ്റെ ഇക്കാക്കാനെ മതി, എൻ്റെ ഇക്കാക്കൊന്ന് വേഗം വന്നാൽ മതി. ഇതുപോലെ പാതിരാവിൻ്റെ യാമങ്ങളിൽ തഹജ്ജുദിനിരിക്കുമ്പോൾ നീ കടവും മറ്റു പ്രാരാബ്ദങ്ങളും ഒക്കെ പറഞ്ഞോ, എല്ലാം പറഞ്ഞോ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വർത്താനുണ്ട്, അള്ള ഇഷ്ടപ്പെടുന്നൊരു വർത്താനുണ്ട്. പടച്ചോനെ, എനിക്ക് നിന്നെ മതിയല്ല, എനിക്ക് നിന്നെ കിട്ടണമല്ല, നിന്നെ പ്രേമിക്കണമല്ല, നിന്നെ സ്നേഹിക്കണമല്ല. ഈ കൽബിലേക്ക് നിന്റെ പ്രണയമൊന്ന് നിറച്ചതാ അല്ല. ഈ സാധനം ഉണ്ടല്ലോ, ഉദ്ഉനി, എന്നെ ചോദിക്ക്, അസ്തജിബു ലക്കും, ഞാൻ തരും. ഇതാടോ ഉദ്ഉനി. അല്ലാണ്ട് ഈ ബഹളങ്ങളും കോലാഹലങ്ങളും ഉദ്ഉനിയുടെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അള്ളാഹിനോട് ചോദിക്ക്. അങ്ങനെയല്ല, അള്ളാഹിനെ ചോദിക്ക്. അവനെ പ്രണയിക്കുന്നവർക്കല്ലാതെ അങ്ങനെ ചോദിക്കാൻ ആർക്കാ പറ്റുക? അവർക്കാണ് അൽഹംദുലില്ലാ പറയാനുള്ള യോഗ്യതയുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അറാദ അയ്യഅലമ മാ ലഹു ഇൻദല്ലാഹ്. മോനെ, നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് എന്ത് സ്ഥാനാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? എന്ന് പറഞ്ഞാൽ നീ സ്വർഗത്തിലാണോ നരകത്തിലാണെന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ നിമിഷം അറിയാം. എങ്ങനെ? ഫലിയൻദുർ മാ ലില്ലാഹി ഇൻദഹു. നിന്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് നോക്ക്. അവിടെ പടച്ചോൻ എത്രയാണ് നീ സ്ഥാനം കൊടുത്തിട്ടുള്ളത്? പടച്ചോന് നീ കൊടുത്ത സ്ഥാനം, നീ അള്ളാഹിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത്, അള്ളാഹ് അങ്ങനെയാണ്. അള്ളാഹിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹ് എന്ത് തന്നാലും തൃപ്തിപ്പെടുന്നുണ്ടോ? അള്ളാഹ് നിന്നെ തൃപ്തിപ്പെടും. നിനക്ക് അള്ളാഹിനോട് ദേഷ്യമാണോ? നീ അള്ളാഹിൻ്റെ ദേഷ്യം അനുഭവിച്ചറിയും. നിനക്ക് അള്ളാഹിനോട് പ്രണയമാണോ? നിനക്ക് അള്ളാഹിൻ്റെ പ്രണയം അനുഭവിച്ചറിയാൻ പറ്റും. ഇതാണ് സാധനം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യുനാദ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇങ്ങനെ വിളിച്ചു പറയും, ലിയഖ്മിൽ ഹമ്മാദൂൻ, ഹമ്മാദിങ്ങളൊക്കെ ഒന്ന് എണീക്ക്. ഫയഖൂമു സുംറ, ഒരു ചെറിയ വിഭാഗം എണീറ്റ് വരും. ചെറിയ വിഭാഗം
അവർ ലിവാ ഉൽ ഹംദ് എന്ന കൊടിയും പിടിച്ചുകൊണ്ട് ഫയദ്ഖുലൂനൽ ജന്ന, ഒരു വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകും. ആരാണ്? ഹമ്മാദിങ്ങൾ. അപ്പോൾ സ്വഹാബത്തി ഒതുക്കുന്നുണ്ട്, ആരാണ് നബി ഹമ്മാദിങ്ങൾ? ഞങ്ങൾക്ക് അതിലൊന്ന് പെടാൻ വേണ്ടിയിട്ടാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ലദീന യഹ്മദൂനല്ലാഹ് വയശ്കുറൂനല്ലാഹ് അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവർ, അൽഹംദുലില്ലാ പറയുന്നവരാണവർ. രോഗം വരുമ്പോഴും അവർ പറയും അൽഹംദുലില്ലാ, രോഗം മാറുമ്പോഴും അവർ പറയും അൽഹംദുലില്ലാ, കച്ചവടത്തിൽ നഷ്ടം വരുമ്പോഴും പറയും അൽഹംദുലില്ലാ, ലാഭം വരുമ്പോഴും പറയും അൽഹംദുലില്ലാ. ചെറിയൊരു പ്രയാസം വരുമ്പോൾ തന്നെ എൻ്റെ ജീവിതം തീർന്നു പോയേ എന്ന് വിലപിക്കുന്നവരല്ല. എനിക്ക് ഇത്രയും നാൾ ഒരു കുഴപ്പവും തരാതിരുന്ന റബ്ബ് ഇപ്പതേ ചെറുതായിട്ട് എന്നെ ഒന്ന് പരീക്ഷിക്കാൻ ഒരു രോഗം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ നിൻ്റെതാണ് റബ്ബേ, ഞാൻ നിൻ്റെ അടിമയാണല്ല, നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള, ഞാൻ തൃപ്തിപ്പെടുകയാണല്ല. അൽഹംദുലില്ലാ സാധനം വരണം. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കണത് എപ്പോഴാണ്? അതിൻ്റെ ഒരു സന്ദർഭം സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴാണ്. അല്ലേ? സ്വന്തം കുഞ്ഞിങ്ങനെ, ചെറിയ കുട്ടി മുമ്പിൽ ഇങ്ങനെ മരിച്ചു കിടക്കണാണുമ്പോൾ ഏത് വാപ്പാക്കും ഉമ്മാക്കും സഹിക്കാൻ പറ്റുക? അള്ളാഹു നമ്മുടെ പൊന്നുമക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അള്ളാഹിൻ്റെ തീരുമാനം അതാണെങ്കിലോ? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ മാത വലദുൽ അബ്ദ്, അള്ളാഹിൻ്റെ അടിമയുടെ ഒരു കുട്ടി മരിച്ചാൽ, അള്ളാഹിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അള്ളാഹിൻ്റെ അടിമയപ്പെടൂ. ഏതടിമ? ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ അടിമയാണ്? ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ മൂപ്പരതാ ബോധം കെട്ട് വീഴാണ്. അപ്പോൾ വെള്ളം തളിപ്പിച്ച് എണീപ്പിച്ച് ചോദിക്കുന്നുണ്ട്, ബോധം കെട്ട് വീഴാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായത്? അള്ളാഹ് എന്ന് അറിയാൻ പാടില്ലേ? മക്കളെ, അള്ളാഹു എന്ന ഉത്തരം അറിയാത്തത് കൊണ്ടല്ല. എൻ്റെ ഉടമ, ഒരു അടിമയുടെ ഉടമ ഇന്നയാളാണെന്ന് പറയുമ്പോൾ ആ ഉടമ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവണം. ആ ഉടമയുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ടാകണം. ആ ഉടമയ്ക്ക് വെറുപ്പുള്ളതൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടാകണം. ഞാൻ അള്ളാഹിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പേടി എൻ്റെ ബോധമില്ലാതാക്കി കളഞ്ഞു സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം. അങ്ങനെയുള്ളൊരു അടിമ, ആ അടിമയുടെ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഖാല തആല ലി മലായികതി, അള്ളാഹുവിൻ്റെ മലക്കുകളോട് ചോദിക്കും, ഖബിൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുട്ടിയുടെ റൂഹ് നിങ്ങൾ പിടിച്ചോ? പഠിച്ചോനെ അറിയാത്തതുകൊണ്ടല്ല, അത് അള്ളാഹ് ചോദിക്കാണത്. അള്ളാഹ്ക്കതിങ്ങനെ ഇഷ്ടമാണ് ആ അടിമയുടെ മറുപടി കേൾക്കാൻ. നമ്മുടെ നാഥൻ, നമ്മുടെ വിളി, അവനെ വേണം, അവനെ പ്രണയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മക്കളെ, മലക്കൾ കൂടി ഓടിക്കണം, എന്താണ് ചോദിക്കണം? എന്താ? എൻ്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ? നഅമി യാ റബ്ബി, നീയല്ലേ റബ്ബെ ഞങ്ങൾ അയച്ചത്. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഖബിൽതും സമറത ഫുആദി, എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണത്തെ നിങ്ങൾ പറിച്ചോണ്ട് വന്നോ? യാ റബ്ബി, നീയല്ലേ റബ്ബെ ഞങ്ങളോട് റൂഹ് പിടിക്കാൻ പറഞ്ഞത്, നിനക്കറിയാത്തതല്ലല്ലോ അല്ലാ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മാദാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? സ്വന്തം കരളിൻ്റെ കഷ്ണായ കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ അടിമ എന്താ പറഞ്ഞത്? ഫയഖൂലൂൻ, ആ മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅ, സ്വന്തം കരളിൻ്റെ കഷ്ണമായ കുഞ്ഞ് മരിച്ചു കിടക്കണത് ആദ്യം അവൻ്റെ നേർക്കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അൽഹംദുലില്ലാ അവനങ്ങ് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യം അൽഹംദുലില്ലാ പറഞ്ഞു. റബ്ബേ, കണ്ണീര് വരും, അത് സങ്കടമാണ്, കണ്ണീര് വരും. പക്ഷെ അലമുറയിട്ടില്ല, നിന്നെ കുറ്റം പറഞ്ഞല്ല, കണ്ട ഉടനെ പറഞ്ഞത് അൽഹംദുലില്ലാ, എനിക്ക് കുഞ്ഞിനെ തന്ന അല്ലാഹ് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുവാണ്. എൻ്റെ റബ്ബാണ് തന്നത്, എൻ്റെ റബ്ബാണ് എടുക്കണത്. ആ തൃപ്തിയുടെ മക്കാമ്, റിളയുടെ മക്കാമ് അതാണ് അൽഹംദുലില്ലാ. ഇതങ്ങ് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് റബ്ബുൽ ആലമീൻ പറയും, ഇബ്നു ബൈതൻ ഫിൽ ജന്ന, എൻ്റെ അടിമക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം പണിയോ മലക്കുകളെ, ഫസമ്മൂഹു ബൈത്തൽ ഹംദ്, എന്നിട്ട് സ്തുതിയുടെ കൊട്ടാരം എന്നൊരു പേരും ഒരു നെയിം ബോർഡും അവിടെ വെക്കണേ എന്ന് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഇതാണ് മക്കളെ തൃപ്തി. ഈ സ്വബാഹുൽ ഖൈറിൽ ഹംദ് പറയുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാകണം. വെറുതെ ഹംദ് പറയലല്ല, റളിതു ബില്ലാഹി റബ്ബൻ എന്ന ബോധ്യത്തിൽ ഹംദ് പറയണം. തയ്യാറാണോ നിങ്ങൾ? തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്കിനി വരുന്ന ആഴ്ചകളിലൊക്കെ ചർച്ച ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ തൃപ്തിപ്പെട്ട് ഹംദ് പറയാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.